ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് പുണർതം നക്ഷത്രത്തിൻ്റെ 2025 ആണ്ട് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമേ ഒന്ന് പറഞ്ഞോട്ടെ, ഇത് പുണർതം നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും എന്തുകൊണ്ട് നല്ലത്. ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം. ഈ പുണർതം നക്ഷത്രക്കാർക്ക് 2025 ആണ്ട് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ ഗുണദോഷ സമ്മിശ്രമായിട്ട് കാണുന്നു. ഇതിലെടുത്ത് പറയേണ്ടത്, നിങ്ങൾ ഈശ്വര ചിന്ത വർദ്ധിക്കുന്നൊരു സമയമാണ് ഈ ജൂലൈ ആഗസ്റ്റ് മാസം. സ്ഥിര വരുമാന മാർഗ്ഗമില്ലായിരുന്ന പുണർതം നക്ഷത്രക്കാരൊക്കെ സ്ഥിരമായിട്ടൊരു വരുമാന മാർഗ്ഗം കണ്ടെത്താനുള്ള സാധ്യത കൂടുതലായിട്ടുള്ള സമയമാണ്. നിങ്ങളുടെ സന്താനങ്ങളുടെ ഭാവം ഗുണകരമായി കാണുന്നു. സന്താനങ്ങൾക്ക് മേന്മയുള്ള ഒരു ജോലി ലഭിക്കുന്ന അവസരം കൂടിയാണ്. ധനരംഗത്തുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഒരുവിധം മാറിക്കിട്ടാനുള്ള സാധ്യതയുണ്ട് ഈ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ. ഈ രാഷ്ട്രീയ രംഗം അല്ലെങ്കിൽ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വൻ നേട്ടത്തിൻ്റെ സാധ്യതയാണ് കാണുന്നത്. നല്ല നേട്ടം ഉണ്ടാകുന്നൊരു സമയമാണ്. പൊതുജന മധ്യത്തിലും നിങ്ങൾക്കൊരു വിലയുണ്ടാകുന്ന സമയമാണ്. ഗൃഹസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒറ്റപ്പെടുത്തലുകൾ ഉണ്ടാകാനുള്ള സമയമാണ്, സാധ്യതയുണ്ട്. അത് സ്വന്തം ഗൃഹവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന കാര്യങ്ങളിലൊക്കെ ഒരു ഒറ്റപ്പെടുത്തൽ നിങ്ങൾക്ക് അനുഭവപ്പെടും. ബന്ധുജനങ്ങളൊക്കെ നിങ്ങളെ ഒറ്റപ്പെടുത്തിയെന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ടാകുന്നതാണ്. യാത്രാവേളകളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. കഴിയാവുന്ന യാത്ര തുടങ്ങുമ്പോൾ ശിവഭഗവാനെ സ്മരിച്ചിട്ട് മാത്രം യാത്ര തുടങ്ങുക. നിങ്ങൾക്ക് വാഹനം മൂലം നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ കോടതി വ്യവഹാരങ്ങളിലൊക്കെ വിജയം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. വിജയം പ്രതീക്ഷിക്കാവുന്നൊരു സമയമാണ്. വരവ് ചിലവ് കണക്കുകളൊക്കെ പൊരുത്തപ്പെട്ടു പോകാനായിട്ട് നന്നേ ബുദ്ധിമുട്ടുന്ന സമയമാണ്. വരുമാനത്തിന് തുല്യമായിട്ടുള്ള ചിലവുകൾ അല്ലെങ്കിൽ അതിന് കൂടുതൽ ചിലവുകൾ ഉണ്ടാകുന്ന സമയമാണ്. നിങ്ങൾക്ക് സഹപ്രവർത്തകരുടെയൊക്കെ ഒരു സഹായം മൂലം സാമ്പത്തിക വിഷയമൊക്കെ ഒരുവിധം മാറിക്കിട്ടുന്ന സമയമാണ്. ചെറിയ സാമ്പത്തിക ബാധ്യതകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് നിങ്ങൾ സഹപ്രവർത്തകരോടൊക്കെ കടം വാങ്ങുന്നതാണ്, അവർ സഹായിക്കുന്നതാണ്. സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിന് വേണ്ടി പല വിട്ടുവീഴ്ചകളും നിങ്ങൾ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നതാണ് ഈ സമയം. ചിലരൊക്കെ സ്വന്തം വീട് മാറി താമസിക്കേണ്ടതായിട്ടൊക്കെ വന്നേക്കാം. അങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാകുന്നതാണ് ജീവിതത്തിൽ. ചില പുണർതം നക്ഷത്രക്കാർക്ക്, ഉദ്യോഗസ്ഥരായിട്ടുള്ള പുണർതം നക്ഷത്രക്കാർക്ക് ഉദ്യോഗത്തിൽ സ്ഥാനം കയറ്റം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ യാത്രാവേളകളൊക്കെ ധനനഷ്ടത്തിനിടെ കാണുന്നതുകൊണ്ട് വിലപിടിപ്പുള്ള സാധനങ്ങൾ കൊണ്ടുപോവുക, മണി പേഴ്സ്, ധനം അമിതമായിട്ട് കൊണ്ടുപോകുക, അതൊക്കെ മാറ്റിയിട്ട് കഴിയാവുന്ന പണം ഡിജിറ്റലായിട്ട് സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. വിലപിടിച്ചുള്ള സ്വർണ്ണാഭരണങ്ങൾ അല്ലെങ്കിൽ വസ്തുക്കളുമായിട്ട് യാത്ര ചെയ്യാതിരിക്കുക. ചില വിദ്യാർത്ഥികൾക്കൊക്കെ ഉപരിപഠനത്തിലുള്ള യോഗം കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ. അതുപോലെ വരുമാനത്തിൽ നല്ലൊരു ശതമാനവും നിങ്ങൾ കടം വീട്ടാനായിട്ട് ശ്രമിക്കുന്നൊരു അവസ്ഥ ഉണ്ടാകുന്നതാണ് ഈ ജൂലൈ ആഗസ്റ്റ് മാസം. മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് ദുഷ്പേര് സമ്പാദിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് ഈ മാസം. കൂടെ നിന്നവർ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി തള്ളിപ്പറയുന്നൊരവസ്ഥയും ഈ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ പുണർതം നക്ഷത്രക്കാർക്ക് നേരിടേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് ഇതിൽ നിന്നൊക്കെ മാറാനും ഗുണഫലങ്ങളുടെ മാറ്റം വർദ്ധിക്കാനും ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കാനുമായിട്ട് ശിവപ്രീതി നേടേണ്ടത് അത്യാവശ്യമാണ്. പുണ്യസ്ഥലങ്ങളും സന്ദർശിച്ച് ക്ഷേത്രങ്ങളൊക്കെ ദർശിച്ചിട്ട് ശിവഭഗവാന്റെ ചരണങ്ങളിൽ അഭയം പ്രാപിച്ചാൽ സർവകാര്യ വിജയം നേടിയെടുക്കാൻ സാധിക്കും. ഭഗവാന്റെ കരുണയ്ക്കായിട്ട് ഭഗവാന് ജലധാര, കൂവളമാല, പുറകിൽ വിളക്ക്, മുൻവിളക്ക് ഒക്കെ നടത്തിയാൽ കാര്യങ്ങൾ ഒരുവിധം മംഗളമായി മാറുന്നതാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.